ഡയലോഗ് പ്രോമിറ്റ് ചെയ്തപ്പോൾ മുരളിയേട്ടൻ കേട്ടില്ല. മുരളിയേട്ടൻ കേൾക്കാത്തതുകൊണ്ട് ഉറച്ച് പറഞ്ഞുകൂടെ ജോർജ് എന്ന് പറഞ്ഞപ്പോൾ ജോർജ് ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ മുരളിയേട്ടൻ കേൾക്കാത്തതെന്ന് ചെറിയൊരു ക്ലാഷ് ഭയങ്കര പ്രശ്നമായി ഷൂട്ടിങ് നിർത്തി വയ്ക്കുന്നു. ഡയറക്റ്റ് പറഞ്ഞിട്ട് പുള്ളിക്ക് 4 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ എടുക്കാം, പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ട് എടുക്കാം. എന്നാൽ അസോസിയേറ്റ് ഡയറക്ടറായ വെറും ഒരു അസോസിയേറ്റ് ഡയറക്ടറായ എന്നോട് പറഞ്ഞിട്ട് അത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് മാത്രം ഡയറക്ടറോട് പറഞ്ഞതാണ്. അത് ലാലേട്ടനെ പോലെ ചിലപ്പോൾ മലയാളത്തിൽ ഒരാളും ഉണ്ടാവില്ല. അതും പറ്റില്ല, ഇന്ന് ഞാൻ ചെയ്യും, ഇന്ന് ചെയ്തിട്ട് പോകും, വേണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഡയറക്ടർ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ പുള്ളി പറയുന്നു, പുള്ളി അങ്ങനെയാണെങ്കിൽ 2 ദിവസം ഷൂട്ടിങ് നിർത്തിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പാക്കപ്പ് ചെയ്യണം. പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ചില പ്രോജക്റ്റിന് ഈ നടന്മാരെ സമീപിക്കുമ്പോൾ അവരുടെ കോംപ്ലക്സുകൾ ഭയങ്കര പ്രശ്നമായിട്ട് മാറിയിട്ടല്ലേ? ഇത് സത്യത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിലും മലയാളത്തിലും അത് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. കാര്യം ഈക്വൽ ലെവലുള്ള ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ച് അഭിനയിച്ച പടങ്ങളുണ്ട്. അവരിപ്പോഴും വലിയ പ്രശ്നമില്ലെന്ന് തോന്നുന്നല്ലേ? പിന്നെ അത് പുറത്ത് പറയുന്ന അവർ നമ്മൾ ഈ ഫാൻസ് ഉണ്ടാക്കുന്ന ഒരു ശത്രുതയും കൂടിയാണ്. തമ്മിലുള്ളൊരു കോമ്പിനേഷൻ ഭയങ്കര അവർ ഭയങ്കര ഇപ്പം മുരളിയുടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് 1000 നാവളാനന്ദൻ എന്ന് പറഞ്ഞ പടം, മമ്മൂക്ക മുരളിയേട്ടൻ രണ്ടുപേരും രണ്ട് എന്താണ് പറയുന്നത് ഗർജനങ്ങളാണ്, ഭയങ്കര ഗംഭീര നടന്മാരാണ്. അപ്പോൾ അവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് കൊണ്ടുവന്ന് അറിയില്ല, പക്ഷേ വളരെ ഇതായിരുന്നു. പക്ഷെ 1000 നാവളാനന്ദനിലൊരു പ്രശ്നമുണ്ടായി. ഈ സ്വാഭാവികമായും ഒരു അസോസിയേറ്റ് ഡയറക്ടേഴ്സ് അപ്പം ഒരു ഇമ്പോർട്ടൻസ് സ്വാഭാവികമായും മമ്മൂക്കയ്ക്ക് കിട്ടുമല്ലോ, ഫോക്കസ് കൂടുതൽ കിട്ടുമല്ലോ. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ ലോകത്ത് എല്ലാ കാര്യത്തിലും വിജയിക്കുന്നവരോടായിരിക്കും സൊസൈറ്റി, സമൂഹം. അത് വിജയിക്കുന്നവരെയാണ് ശ്രദ്ധിക്കുന്നത്, വിജയിപ്പാരാണ്, പരാജയപ്പെട്ടവരെ ആരും ശ്രദ്ധിക്കും. അപ്പോൾ ഈ ഇതിൽ മമ്മൂക്കൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കിട്ടുകയും അപ്പോൾ ഡയലോഗ് പ്രോമിറ്റ് ചെയ്തപ്പോൾ മുരളിയേട്ടൻ കേട്ടില്ല. മുരളിയേട്ടൻ കേൾക്കാത്തതുകൊണ്ട് ഉറച്ച് പറഞ്ഞുകൂടെ ജോർജ് എന്ന് പറഞ്ഞപ്പോൾ ജോർജ് ഏട്ടൻ ഞാൻ പറഞ്ഞല്ലോ മുരളിയേട്ടൻ കേൾക്കാത്തതെന്ന് ചെറിയൊരു ക്ലാഷ് ഭയങ്കര പ്രശ്നമായി ഷൂട്ടിങ് നിർത്തി വയ്ക്കുന്നു. അത്രയും പ്രശ്നമാക്കി, ഭയങ്കര പ്രശ്നമായി. മുരളിയേട്ടൻ അങ്ങ് ഭയങ്കരമായിട്ട് ചൂടായി, ഭയങ്കരമായിട്ട് ഇതായി. ഇനി ജോർജിനെ മാറ്റാതെ പടം ഡയറക്ടർ ഞാൻ അഭിനയിക്കില്ല എന്നായി. അവസാനം പിന്നെ മമ്മൂക്ക വളരെ സിമ്പിളായിട്ട് മുരളി വീട് എന്നൊക്കെ പറഞ്ഞിട്ട് മുരളിയേട്ടനെ സോപ്പിട്ട് അവസാനം മമ്മൂക്കയുടെ ആളാണല്ലോ ജോർജ്. അങ്ങനെയില്ല, ജോർജ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. മമ്മൂക്ക പിന്നെ മുരളിയേട്ടനോട് സംസാരിച്ച് അപ്പോൾ ഒരു കാര്യം ചെയ്യും, ജോർജ് അങ്ങ് മാർക്ക് ശ്രീകണ്ഠം. അങ്ങനെയാണ് ഞാനൊരു ഫസ്റ്റ് അസോസിയേറ്റ് പ്രോമിറ്റിംഗ് ചെയ്യാൻ വന്നത്. ഞാൻ അങ്ങനെ വരെ 1000 നാവളാനന്ദനാണ് ആയത്. ജോർജിനെ മാറ്റിയിട്ടാണ് പിന്നെ അല്ലല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, ജോർജ് ഏട്ടൻ ഉണ്ട്. പക്ഷെ എവിടെ സീൻ വരുമ്പോൾ മുരളിയേട്ടൻ സീൻ വരുമ്പോൾ ഞാൻ പ്രോമിറ്റ് ചെയ്യും. അങ്ങനെയുള്ള പിടിവാശിയൊക്കെ ഉണ്ടല്ലേ കൊച്ചു. സത്യത്തിൽ ഒരു ബാലിശമാണത്. ശുദ്ധനാണ് പുള്ളി, മുരളിയുടെ ശുദ്ധനാണ്, നല്ല ആർട്ടിസ്റ്റാണ്. പക്ഷേ ആ ബാലിശമായ പിടിവാശികൾ അദ്ദേഹത്തിനുണ്ട്. ഈ മമ്മൂട്ടിയും ഈ പിന്നെ മുരളിയും വരുമ്പോൾ ഒരു മത്സരം നടക്കും അവരുടെ ഇല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മനസ്സിലുണ്ടാവുമായിരിക്കാം, നമുക്കത് ഫീൽ ചെയ്യാറില്ല. അവർ മനസ്സിൽ നന്നായിട്ട് കാര്യം അവർക്ക് അങ്ങനെ ഒരു മത്സരം ആവശ്യമില്ല. ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ഒരു മദ്യം മേടിച്ചു കൊടുത്തത് മുരളിക്ക് വേണ്ടി മാത്രമാണ്, പിന്നെ ബന്ധം അകന്നകന്ന് പോയെന്ന് മമ്മൂക്കാനെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, അവർ തമ്മിൽ ഭയങ്കരമായിട്ട് ഗ്യാപ്പായി പോയി. മുരളിയേട്ടൻ ഭയങ്കര ഈ അഡമൻ്റ് എന്ന് പറയുമല്ലോ നമ്മൾ, ഒരു കാര്യത്തിൽ ഈ വിട്ടുവീഴ്ചയില്ലായ്മയുടെ ഒരു മനോഭാവമുണ്ട്. പക്ഷേ നല്ല ശുദ്ധനായ മനുഷ്യനാണ്. സത്യത്തിൽ എനിക്ക് മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുമായിട്ട് നമുക്ക് സ്നേഹം. ഇപ്പം മുകേഷ് ഏട്ടൻ ഭയങ്കര പരിഗണനയാണ് എനിക്ക് തന്നിട്ടുള്ളത്. പല കാര്യങ്ങളും ഞാനൊരു ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. എന്നെ വിളിച്ച് ഞാൻ പുള്ളിയുടെ വൈഫുണ്ട്, അവിടെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. MLA ആയിരുന്നു അപ്പോൾ. പൊളിറ്റിക്സിൽ ഉള്ള പുള്ളി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് നല്ലൊരു അടുപ്പമാണ് എന്നോട് പറഞ്ഞു. അതേപോലെ അടുപ്പമുള്ള ഒരാളാണ് മുരളിയേട്ടനും. നല്ലൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ അവരൊരു ചിലപ്പോൾ ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു ഇതായിരിക്കും, നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തതായിരിക്കാം. ഇവർ ചോദിക്കും ഓപ്പോസിറ്റ് സാറിന് കഥ പറയാൻ ചിലപ്പോൾ ഇന്നോവേഷൻ ചെയ്യുന്ന ആരെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് നടന്മാർക്ക്. മെയിൻ ക്യാരക്ടർ ചോദിക്കുമല്ലോ. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഗിവ് ആൻഡ് ടേക്കാണ് അഭിനയം എന്ന് പറഞ്ഞാൽ. ഗിവ് ആൻഡ് ടേക്കാണ്. ഒരാൾ കൂടെ നിൽക്കുന്ന ആൾ അഭിനയിച്ചാലേ ഇദ്ദേഹത്തിന് അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോഴാണല്ലോ തിലകേട്ടൻ്റെയൊക്കെ ഒരു തിലകേട്ടനായാലും ഇത് വരുന്നത്. അപ്പോൾ അത് ചോദിക്കും, അത് ആർട്ടിസ്റ്റ് ചോദിക്കും. ഈ ചില നിർബന്ധങ്ങളുള്ള നടന്മാരുണ്ടോ? എനിക്ക് ഇന്ന ഫെസിലിറ്റി വേണം അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാര്യം നമ്മുടെ ഒരു സെക്ഷൻ അല്ലാത്തതുകൊണ്ട്
നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. നമ്മളുമായിട്ട് വരുന്നത് ഈ സിനിമയെ റിലേറ്റഡ് ആയ റൂമിനെ കുറിച്ചോ അല്ല എനിക്ക് അടുക്ക് അസോസിയേറ്റ് രീതിയിൽ കൂടുതൽ അവരോട് ഇടപെടേണ്ട ഒരുപാട് സാഹചര്യം വരുന്നുണ്ട്. ശരിക്കും പേടിയോടെ നോക്കുന്ന ഒരു നടനായിരിക്കും, പക്ഷെ അവരുടെ സ്വഭാവം കൊണ്ടായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല, ഒരാളോടും ഉണ്ടായിട്ടില്ല. എല്ലാവരോടും നമുക്ക് നല്ലൊരു അടുപ്പം സൂക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ അവരോട് നമ്മളൊരു നല്ല ബന്ധം സൂക്ഷിച്ചിട്ടുണ്ട്. ഒരാളും നമ്മളോട് അങ്ങനെ മോശമായിട്ടൊരു പെരുമാറ്റം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. ബ്രഹ്മചാരി ശരിക്കും പറഞ്ഞാൽ വലിയൊരു നല്ലൊരു പടമാണ്. അതിൻ്റെ ഒരു അനുഭവങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് ആ സിനിമയിൽ? പിന്നെ അത് വലിയൊരു അനുഭവമാണ്. കാര്യം ആ പടം നടക്കുമ്പോഴാണ് ലാലേട്ടൻ്റെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റിയത് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. ബസ് അദ്ദേഹം ഇവിടെ എന്താണ് ലോകായുക്തയിൽ പോകും. അദ്ദേഹം അഡ്വക്കേറ്റായിരുന്നു. അദ്ദേഹം ചീഫ് ബാലകൃഷ്ണ സാറിൻ്റെ സെക്രട്ടറി കൊണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് റിട്ടയർ ചെയ്തതിന് ശേഷം ലോകായുക്തയിൽ കോടതിയിൽ പോകും. അങ്ങനെ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് പോണ വഴിക്ക് ഒരു അപകടം പറ്റി. അപ്പോൾ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും മലയാള സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞാൽ പിന്നെ അവസാനം ഏത് സിനിമയെ കുറിച്ചു. പക്ഷെ അന്ന് എനിക്ക് ഏറ്റവും ലാലേട്ടനോട് ഒരു എന്ത് പറയാൻ പറ്റില്ല, അത് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത അത്രയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ആ ലെവലിലാണെങ്കിൽ നമുക്ക് ആലോചിക്കും. അപ്പം അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റി വീണ് തല അടിച്ചു. അപ്പോൾ ലാലേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത്, സീണ്ട് എനിക്ക് 2 ദിവസം വേണം, എനിക്ക് അച്ഛൻ വയ്യാതെ കിടക്കാണ്, പോകണം, അതൊന്ന് റീചാർട്ട് ചെയ്യാൻ പറ്റുമോ. ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞാൽ എന്ത് ചേട്ടാ പ്രശ്നം, 2 ദിവസം 4 ദിവസമായാലും കുഴപ്പമില്ല. ഈ വാക്ക് മണിസാറാണ് പ്രൊഡ്യൂസർ. മണിസാറോട് വിളിച്ച് പറയാം, മണിസാറെ ഞാൻ, അല്ലെങ്കിൽ പ്രൊഡ്യൂസറോട് വിളിച്ച് പറയാം, മണിസാറെ ഞാൻ 2 ദിവസം ഇല്ല, 4 ദിവസം ഇല്ല. അല്ലെങ്കിൽ തുളസി ഞാൻ എൻ്റെ അച്ഛൻ്റെ അപകടം പറ്റി 2 ദിവസം 3 ദിവസം ഞാനില്ല, 5 ദിവസം ഇല്ല, അല്ലെങ്കിൽ ഒരാഴ്ചയില്ല, ഇപ്പോൾ ഷൂട്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ പോലും പടം നിൽക്കാവുന്ന ലെവലുള്ള മോലെ വെറും അസോസിയേറ്റ്. എനിക്കൊരു തീരുമാനം എടുക്കാൻ പോലും അല്ലാതെ എന്നോട് ചോദിക്കുക 2 ദിവസം എനിക്ക് വേണ്ടി റീചാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഏട്ടാ, ഷൂട്ടിങ്ങൊന്നും മുടങ്ങൂല, എല്ലാം പ്ലാൻ ചെയ്യാൻ നമുക്ക് സീനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്നും എൻ്റെ മനസ്സിലൊരു വലിയൊരു കാര്യം. ഈ ഡയറക്ടർ പറഞ്ഞിട്ട് പുള്ളിക്ക് 4 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ 10 ദിവസമോ എടുക്കാം, പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ട് എടുക്കാം. എന്നാൽ അസോസിയേറ്റ് ഡയറക്ടറായ വെറും ഒരു അസോസിയേറ്റ് ഡയറക്ടറായ എന്നോട് പറഞ്ഞിട്ട് അത് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് മാത്രം ഡയറക്ടറോട് പറഞ്ഞതാണ്. അത് ലാലേട്ടനെ പോലെ ചിലപ്പോൾ മലയാളത്തിൽ ഒരാളും ഉണ്ടാവില്ല. അങ്ങനെ യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടല്ലേ, തോന്നിയ പോലെ വരുന്നു അങ്ങനെയൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ചിലരൊക്കെ ഉണ്ട്. അല്ല അങ്ങനെ അനുഭവം വന്നിട്ടുണ്ടോ? ഒരു നടൻ്റെ ആവശ്യകതയുണ്ട്, പക്ഷെ പുള്ളിയെ കിട്ടുന്നില്ല, ആ ഒരു സമയത്ത് പാട്. നമ്മളിപ്പോൾ അറിയാൻ വ്യക്തിപരമായിട്ട് പറയുള്ള ഒരു നടൻ, ആളിനെ ഞാൻ പറയുന്നില്ല, ഈ സിനിമ പറഞ്ഞാൽ മതി, സിനിമ ഈ ബ്രഹ്മചാരി. അപ്പം നമ്മൾ വിചാരിച്ച ആൾ അവൈലബിൾ അല്ല. അപ്പോൾ അമ്മക്ക് അന്ന് ഷൂട്ടിങ് നടക്കണമെങ്കിൽ ഈ ആൾ വേണം. അങ്ങനെ നമ്മൾ ട്യൂവാൻഡ് എന്നൊരു ആർട്ടിസ്റ്റിനെ റിക്വസ്റ്റ് ചെയ്ത് വിളിച്ച് വരുത്തിക്കുന്നു. വന്നിച്ചിട്ട് 2 ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് പോവാം, പിന്നെ ബാക്കി പിന്നെ ദിവസം വന്നു. പക്ഷെ അന്ന് പുള്ളിക്കറിയാം എന്നെ ഫിക്സ് ചെയ്തതല്ല, ഞാൻ വേറെ ആവശ്യത്തിന് വേറെ ആൾ മാറിയപ്പോൾ വന്നാണ്. അവർക്കറിയാമല്ലോ, അവർ നമ്മളെക്കാളും എത്രയോ സിനിമകൾ അഭിനയിക്കുന്നത്. പക്ഷെ അത് സിനിമയുടെ ഭാഗമാണല്ലോ, ഒരാൾ വരാതാവാം. പക്ഷേ പുള്ളി ഒന്നിനും ആകെ ഡയറക്ടർ അടുത്ത് എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ്, നമ്മൾ പോയി ആര് വന്നാലും വളരെ നല്ല ബഹുമാനവും നല്ല സ്നേഹവും കൊടുത്തിട്ടായിരിക്കും പെരുമാറുക. പക്ഷെ പുള്ളി മൊത്തത്തിൽ കുഴപ്പം, ഒരു വിധത്തിൽ അടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ വേറെ ആൾ വന്ന പകരക്കാരനായിട്ട് വന്നല്ലേ, അതിൻ്റെ ഇറിറ്റേഷനാണ്. മോഹൻരാജ് വെച്ചിരുന്ന ക്യാരക്ടർ കീരിക്കാടൻ ജോസിന് വെച്ചിരുന്ന ക്യാരക്ടർ വേറെ നടൻ വരുന്നു. അപ്പോൾ ആ കീരിക്കാടൻ ജോസിന് പുള്ളി നല്ല ജം ഓഫ് എ പേഴ്സണാണ് കേട്ടോ കീരിക്കാടൻ ജോസ്. ഈ ഇത്രയും നല്ലൊരു ശുദ്ധനായ ഒരു വില്ലനെ നമുക്ക് മലയാളത്തിൽ കണ്ടെത്താം. കാണുമ്പോൾ ഭയങ്കര സംഭവം അല്ലേ, ശുദ്ധനാണ്, വളരെ നല്ല മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം വരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ 2 ദിവസം. അപ്പോൾ ചേട്ടൻ ഇന്നും നാളെയും കൂടി ചെയ്താൽ നമുക്ക് അത് തീർത്തിട്ട് പിന്നെ ചേട്ടൻ്റെ സൗകര്യം അനുസരിച്ച് നമ്മൾ റീചാർട്ട് ചെയ്തോളാം. അതൊന്നും പറ്റില്ല, ഇന്ന് ഞാൻ ചെയ്യും, ഇന്ന് ചെയ്തിട്ട് പോകും, വേണമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഡയറക്ടർ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ പുള്ളി പറയുന്നു. പുള്ളി അങ്ങനെയാണെങ്കിൽ 2 ദിവസം ഷൂട്ടിങ് നിർത്തിയാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പാക്കപ്പ് ചെയ്യണം. പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 8 പണി കൊടുത്തു, ഭയങ്കര പണി, 8 അല്ല 16 പണിയായിപ്പോയി. കാര്യം പുള്ളി ഇത് സിനിമയിൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കമ്മിറ്റ് ചെയ്തില്ല. 4 സീൻ എടുത്ത് 2 സീൻ എടുത്തെങ്കിൽ പുള്ളിക്ക് എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിച്ച് കൊടുത്ത് വരുവാണ്. റീഷൂട്ട് ചെയ്യുമ്പം അന്ന് ഫിലിമാണ്, മറ്റാർട്ടിസ്റ്റിൻ്റെ ടൈം ഒക്കെ ഉണ്ട്. അല്ല അങ്ങനെയൊക്കെ മറുപടി കൊടുക്കാൻ ഒക്കത്തുള്ളൂ അല്ലേ? അത് സത്യത്തിൽ അതങ്ങനെ ഒരു ഉദ്ദേശത്തോടെ അല്ല. അത് ഈ സംഭവം ഡെവലപ്പ് ചെയ്ത് നല്ല വേഷം, ഗംഭീര വേഷം. പിന്നെ ആ ഒരു മാസ്റ്റർ വില്ലൻ
മാസ്റ്റർ വില്ലൻ ക്യാരക്ടറാണ്. പിന്നെ അതിന് വിശേഷം ആരെ വിളിച്ചത് ആ വേഷത്തിന് ശേഷം? അല്ല അത് മോഹൻരാജ് തന്നെ പിന്നെ ചെയ്തു, വീണ്ടും ചെയ്തു വീണ്ടും ചെയ്തു. ഓക്കെ.